ഡോക്ടർ രവി തരകനും ഡോക്ടർ പി കെ ഹരിദാസും ഇവരാരാന്നല്ലേ പറയാം. ആദ്യം നമുക്ക് ഡോക്ടർ രവി തരകനെ കുറിച്ച് തന്നെ പറയാം. ബോബി സഞ്ജയിന്റെ തിരക്കഥയിൽ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച ഡോക്ടർ രവി തരകൻ എന്ന് പറയുന്നത്. രവി തരകന് രണ്ട് ഫേസ് ഉണ്ട്. ഒരു ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഒരു ടീനേജർ. അയാൾ ലൈഫിനെ വളരെ കെയർലെസ് ആയിട്ട് നോക്കി കാണുന്നു. അയാളുടെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ അയാൾ ആ ഒരു പ്രസന്റ് മൊമെന്റിനെ മാത്രം എൻജോയ് ജീവിക്കുന്നു. അയാൾ യാതൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കുന്നില്ല. പക്ഷേ ലൈഫിന്റെ ഒരു മൊമെന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇയാൾക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഒരു ലൈഫിനെ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഹാർഡായിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ അതുവരെ അയാൾ ജീവിച്ചിരുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ്. അങ്ങനെ മാറുമ്പോൾ അയാൾക്ക് പല സിറ്റുവേഷൻസിനെയും അഭിമുഖീകരിക്കേണ്ടി വരും. അതിൽ നഷ്ടപ്രണയമുണ്ട് ആക്ച്വലി. ആൻഡ് അയാൾ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. കുറേ ഇൻസിഡൻസ് ഉണ്ട് അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടോട്ടലി ഇയാൾ ഈ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അയാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാണുന്ന ഇൻസിഡൻസ് എല്ലാം കൂടി ഡോക്ടർ രവി തരകൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി മോൾഡ് ചെയ്തെടുക്കും. കംപ്ലീറ്റ്ലി മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇനീഷ്യലി കാണിച്ച രവി തരകൻ ആയിരിക്കത്തില്ല ക്ലൈമാക്സിൽ സിനിമ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആ തിരക്കഥ അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡോക്ടർ രവി തരകൻ. അങ്ങനെ ഒടുവിൽ ലൈഫിൽ ഇത്രയും അനുഭവങ്ങളും അല്ലെങ്കിൽ ഇത്രയും സിറ്റുവേഷൻസിനെയൊക്കെ ഫേസ് ചെയ്ത് ഇത്രയും പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്ത് രവി തരകൻ എന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവും. അങ്ങനെ തുടക്കത്തിലുള്ള രവി തരകൻ ജീവിതത്തിൽ നോക്കിക്കണ്ട രീതിയിലേ ആയിരിക്കത്തില്ല ഒടുവിൽ തിരക്കഥ അവസാനിക്കുമ്പോൾ ഉള്ള രവി തരകൻ ജീവിതത്തിനെ നോക്കിക്കാണുന്നത്. ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ് ആയിട്ട് അറ്റ് ദ ഗ്രൗണ്ട് ലെവലിലായിരിക്കും രവി തരകൻ പിന്നീട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഡോക്ടർ പി കെ ഹരിദാസിലേക്ക് വരാം. MTയുടെ ഒരു ഫേമസ് മൂവി ആയിട്ടുള്ള അമൃതം ഗമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമാണ് ഈ ഡോക്ടർ പി കെ ഹരിദാസ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ഈ രവി തരകൻ്റെയൊക്കെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് പി കെ ഹരിദാസിൻ്റെ കാര്യം. അതായത് ഒരു പ്രസന്റ് എൻഡ് ഓഫ് ടീനേജിൽ കോളേജ് ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് ഒരു പവർഫുൾ ഒരു എന്താ പറയുക, നമ്മൾ റൗഡി എന്ന് പറയാൻ പറ്റുമെന്നല്ല, ഏകദേശം അതുപോലത്തെ ഒരു ക്യാരക്ടർ ആർക്കിൽ ജീവിക്കുന്ന ഒരാൾ. പക്ഷേ അയാൾക്കൊരു തെറ്റ് പറ്റുന്നു. ആ തെറ്റ് അയാളിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമ ഉണ്ട്. തെറ്റെന്ന് പറഞ്ഞാൽ അത് ചെറിയ തെറ്റല്ല, അത് വലിയ തെറ്റാണ്. ആ തെറ്റ് അയാൾ ഉണ്ടാക്കുന്ന ഒരു ട്രോമ ഉണ്ട്. പിന്നെ ഇയാൾ ഈ ട്രോമ അല്ലെങ്കിൽ ആ കുറ്റബോധത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അയാൾ സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അയാൾ സർവൈവ് ചെയ്യുന്നു. അങ്ങനെ സർവൈവ് ചെയ്ത് പിന്നെ അയാൾ സ്വാഭാവികമായിട്ട് അയാളുടെ ജീവിതത്തിലേക്ക് കിടക്കുന്നു. സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ആ ചെയ്ത തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഇയാളുടെ പിന്നീട് ഫേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ്ഡ് ആണ്. എങ്ങനെ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാമെന്നുള്ളത്, അത് പ്രായശ്ചിത്തം എങ്ങനെയാണെന്നുള്ളത് സിനിമയിലുണ്ട്. അപ്പോൾ ഒടുവിൽ കംപ്ലീറ്റ്ലി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ആ പി കെ ഹരിദാസ് എന്ന് പറയുന്ന കഥാപാത്രം കംപ്ലീറ്റ്ലി മാറിക്കഴിയും. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം കണ്ട പി കെ ഹരിദാസേ ആവത്തില്ല ഡോക്ടർ രവി തരകനെ പോലെ. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനുള്ള കാരണം ഒന്ന്, രണ്ടുപേരും ഡോക്ടറാണെന്നുള്ളത് മാത്രമല്ല, ഈ രണ്ട് ക്യാരക്ടേഴ്സും അറ്റ് ദ എൻഡ്, അതായത് ഫുള്ള് നമ്മൾ ഈ രണ്ട് ക്യാരക്ടറിൻ്റെ ആർക്ക് കൂടെ വന്നു കഴിയുമ്പോഴും നമുക്ക് ബാക്കി വെക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് 100% എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു സാധാരണ മനുഷ്യൻ പോകുന്ന പല ഫേസസ്, ആ ഫേസസ് നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഇൻഡയറക്ട്ലി പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് രവി തരകനും ഡോക്ടർ പി കെ ഹരിദാസും. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട രണ്ട് കഥാപാത്രങ്ങളാണ് അമൃതം ഗമയിലെ പി കെ ഹരിദാസും അതുപോലെ അയാളും ഞാനും തമ്മിലെ ഡോക്ടർ രവി തരകനും. ആൻഡ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മലയാളം സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. അതുപോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മോഹൻലാൽ ക്യാരക്ടറാണ് പി കെ ഹരിദാസ്.